സിനിമാ മേഖലയിലെ ചൂഷണം തുറന്നു പറഞ്ഞ് KLF വേദിയിൽ ചലച്ചിത്ര താരം നീരജ് മാധവ്. സിനിമാ രംഗത്ത് നിലനിൽക്കാൻ അനുഭവിക്കേണ്ടി വരുന്ന വെല്ലുവിളികൾ സൂചിപ്പിച്ചായിരുന്നു നീരജ് മാധവിന്റെ സംസാരം. വല്ലാത്ത ജാതി പാട്ടുകളിലെ രോഷവും രാഷ്ട്രീയവും എന്ന വിഷയത്തിലായിരുന്നു നീരജ് മാധവന്റെ സംസാരം. സിനിമയും പാട്ടും അതിന്റെ രാഷ്ട്രീയവുമെല്ലാം വിശദമായി സംസാരിക്കുകയായിരുന്നു നീരജ്. സിനിമയിൽ നിന്ന് റാപ്പിലേക്ക് എത്തിയതിന്റെ ഇടവേളകൾ, അതുതന്നെ അടയാളപ്പെടുത്തിയതെല്ലാം നീരജ് വിശദമായി സംസാരിച്ചു. മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാൻ കഴിവിനപ്പുറം ഒരു താരം നേരിടേണ്ടി വരുന്നതും ചോദ്യത്തിനുത്തരമായി നീരജ് വ്യക്തമാക്കുന്നു. തനിക്ക് പറയേണ്ടതെല്ലാം സ്പഷ്ടം. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഇൻഡസ്ട്രിയിലെ സർവൈവിന് നയിക്കുന്നത് നിങ്ങളുടെ കഴിവല്ല. Nobody gives a shit that you are an extremely talented person. It's about being picked by right people and being praised. It's about positioning and it's about all of that. ഇത് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്ന മറ്റു ചില ഫാക്കൽറ്റീസ് ഇല്ല. അതാണ് ഞാൻ കൈകാര്യം എന്ന അന്നത്തെ തൊഴിൽ. പരിമിതികളിൽ നിന്ന് മികച്ചതെന്ന് തനിക്ക് തോന്നിയ ഒന്ന്, വയനാട് ചൂരൽമല മുണ്ടക്കൈ ഓർത്തുകൊണ്ട് ആസ്വാദകർക്കായി റാപ്പ് സോങ്ങും നീരജ് അവതരിപ്പിച്ചു. Like a peacock, എല്ലാ പറ്റും പറയും just dance like a peacock. ഇനിയതു മതിയുടെ മറുവശം കേൾക്കാം, നിറമുള്ള അഴകിന്റെ മുഖമറ മാറ്റാം. കണ്ണ് ചിഞ്ചുമപ്പർ ചുണ്ട് പാഴ്കുന്നമ്പ്, നിന്നെ വാഴുവാനും മോച്ചിയുടെ കാൽകുന്നമ്പ്. നിന്റെ പൂർവികർക്ക് പണ്ട് പേടി എന്നെ, ഞാൻ ചേലത്താണ്ട് വീണ്ടുകീറി വരുന്നു. നീ ഭയക്കുന്ന വർഗത്തെ കഴിക്കുന്ന വർഗം ഞാൻ. പത്തി വിടർത്തിയാടല്ലേ കൊത്തിയെടുത്ത് വേണ്ട ഞാൻ. നിറഞ്ഞ കയ്യടികളോടെ മടക്കം. തനിക്ക് പറയാനുള്ളത് കൃത്യമായി പറഞ്ഞാണ് KLF വേദിയിൽ നിന്നും താരം പടിയിറങ്ങിയത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.